വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താൽ ആചരിക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ദളിത് സംഘടനകൾ ചൊവ്വാഴ്ച ഹർത്താൽ ആചരിക്കുന്നത്. 65-ൽ പരം ദളിത് സംഘടനകൾ ഹർത്താലിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. കുടുംബത്തിന് ഇനിയും അർഹമായ നീതി കിട്ടിയില്ല എന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആക്ഷൻ കൗൺസിലിൻ ഭാരവാഹികളായ ജോയി, ബിജു, പ്രമോദ്, സണ്ണി, ബിജു ചിലമ്പറ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ഇന്ന് ഇവിടെ ഒരു പ്രസ് മീറ്റിംഗ് കാട്ടാക്കടയിൽ വിളിച്ചു കൂട്ടാനുണ്ടായ കാരണം ഏപ്രിൽ മാസം 28-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിതിൻ രാജിന്റെ ക്യാമ്പസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ പ്രതികളെ നാളിതുവരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏപ്രിൽ 28-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ ആചരിക്കുന്നത്. ഈ ഹർത്താലിൽ കേരളത്തിലുള്ള മുഴുവൻ ദളിത് സംഘടനാ പ്രവർത്തകരും ബഹുജൻ രാഷ്ട്രീയ നേതാക്കന്മാരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ KPMSന്റെ താലൂക്ക് കമ്മിറ്റിയുടെ പിന്തുണയും അതുപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടിയുടെ പിന്തുണയും മറ്റ് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ അതിശക്തമായിട്ട് തന്നെ ഏപ്രിൽ 28-ാം തീയതി ഹർത്താൽ ആചരിക്കുന്നതാണ്. ഈ ഹർത്താലിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഹർത്താലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഈ ആക്ഷൻ കൗൺസിലിന്റെ മെമ്പറായ കാട്ടാക്കട ജോയി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നറിയാം. നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട 1-ാം വർഷ BDS വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടൊന്ന് 15 ദിവസമായി. ഈ 15 ദിവസമായിട്ടും ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യുവാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു കൊലപാതകം മാത്രമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ 16-ൽ പരം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അരിങ്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരാനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമില്ല. എന്നാൽ ഇനി ഇത്തരം കൊലപാതകങ്ങൾ കണ്ടു നോക്കിയിരിക്കുവാൻ കേരളത്തിലെ ദളിതർക്ക് കഴിയില്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ 15 ദിവസമായിട്ടും ഈ പ്രതികൾ ഇന്നും ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായി ഗവൺമെൻറ്റിനും അറിയാം, പോലീസിനും അറിയാം. പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഒത്താശയോടുകൂടെയാണ് ഈ കൊടും കുറ്റവാളികൾ ഇന്നെവിടെയോ മറഞ്ഞിരിക്കുന്നത്. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സർക്കാരിനോ പോലീസിനോ കഴിയില്ല. കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പോലീസാണ്. അദ്ദേഹം നാളിതുവരെ ആയിട്ടും ഈ കൊലപാതകത്തിനെതിരെ യാതൊരു തരത്തിലുള്ള വർത്തമാനവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ 15 ദിവസമായി നടക്കുന്ന വൻപിച്ച പ്രക്ഷോഭം കേരളം ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിലെ മുഴുവൻ ദളിത് സംഘടനകളും കേരളത്തിലെ മുഴുവൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുട്ടിയും വലിയവരും അടക്കം വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഭാഗമായി ഈ വരുന്ന 28-ാം തീയതി കേരളത്തിലെ മുഴുവൻ ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി പ്രചരണത്തിൻ്റെയും അതുപോലെ മറ്റ് വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഹർത്താൽ തീർച്ചയായിട്ടും കാട്ടാക്കട താലൂക്കിൽ സമാധാനപരമായിട്ടായിരിക്കും ഞങ്ങൾ ഈ ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടാക്കടയിലെ മുഴുവൻ വ്യാപാരി വ്യവസായി യൂണിറ്റുകൾ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഡ്രൈവേഴ്സ് യൂണിയൻ, അതുപോലെ തന്നെ KSRTC എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിനുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ സമരം ഇതുകൊണ്ട് നാളത്തെ 28-ാം തീയതിയുള്ള ഹർത്താൽ കൊണ്ട് അവസാനിപ്പിക്കില്ല. ശക്തമായി പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാത്ത പക്ഷം
ശക്തമായ പ്രക്ഷോഭവുമായി കേരളത്തിലെ ദലിത് സംഘടനകൾ മുന്നോട്ട് പോകും. ഇന്നലകളിൽ കണ്ട സമരമായിരിക്കില്ല, ഇന്നലകളിൽ കണ്ട ആയിരിക്കില്ല കേരളത്തിലുള്ളത്. ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15-ൽ പരം കൊലപാതകങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എല്ലാം ബിരുദാനന്തര ബിരുദം എടുത്ത വിദ്യാർത്ഥികളാണ്, അതുപോലെ തന്നെ ഡോക്ടർമാരാണ്. ഇങ്ങനെയുള്ള വളരെ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു പ്രവണത ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയെക്കാളും ദയനീയമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഉത്തരേന്ത്യയെക്കാളും ദലിതർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കുന്നു കേരളത്തിൽ. അതുകൊണ്ട് ഈ ഹർത്താലിൽ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.